ഹേ ഗായ്സ്, ഞാനൊരു മോർണിംഗ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും ഉച്ചയ്ക്ക് പോകുന്ന ഞാൻ ഇന്ന് രാവിലെയാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കുളിച്ചൊരുങ്ങി ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറി ഞാൻ അടുക്കളയിൽ കയറി ഓംലേറ്റ് അങ്ങ് പരിച്ചെടുത്തു ഗൈസ്. അങ്ങനെ എനിക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ ഞാൻ ടൈം ടേബിളിലോട്ട് വന്നു. സമയമില്ലാത്ത സമയത്ത് ഞാൻ മുട്ടയൊക്കെ ഒരുവിധമൊക്കെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് വയലറ്റ് കളർ ക്യാബേജ്, കഴിച്ചിട്ടുള്ളവരെന്ന് കമൻറ്റിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അത് അച്ചാറുണ്ടായിരുന്നു. അച്ചാർ നമ്മളെ വീട്ടിൽ എല്ലാം നമ്മൾ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ആൻറ്റിമാർ കൊടുത്തു വിട്ടാണ്. അടിപൊളി അച്ചാറാണ് ഗൈസ്. പിന്നെ ആ കൊഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊഞ്ചിൻ്റെ തലയാണ്, ചൂടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡും കാര്യങ്ങളും കാണിച്ചില്ല. ഇതാണ് തോരൻ, അച്ചാർ, കൊഞ്ച് കറി, മുട്ട, ഇതാണ് ചോറ്. ഈ ചോറിൽ വേണം എനിക്ക് വൈകുന്നേരം വരെ ഇരിക്കാൻ. മോർണിംഗ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഈ ചോറ് വാരി കഴിക്കുന്നത് എന്തെന്നും ചോദിക്കില്ല ഗൈസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ചോറ് വാരി കഴിക്കുന്നത്. എനിക്ക് പുട്ടൊട്ടും ഇഷ്ടമല്ല. എനിക്ക് പ്രത്യേകിച്ചും പണ്ടുതൊട്ടേ ചോറും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. മീൻകറിയൊക്കെ കഴിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. മുട്ട ഭയങ്കര ഹാർഡാണ് കേട്ടോ. ഞാൻ പിച്ചെടുപ്പിച്ചിട്ടും വരുന്നില്ല. അങ്ങനെ ഒടുവിൽ പിച്ചെടുത്ത് ചോറിൻ്റെ ഒരു പിടി. സീനാണ് കേട്ടോ, സീനാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ചിലർക്കൊക്കെ ചോറിൻ്റെ ഇഷ്ടമല്ല. പക്ഷേ ഞാനങ്ങനെയല്ല. ഞാൻ അടിപൊളിയായിട്ട് ചോറ് കഴിക്കുന്നത്. ഈ കൊഞ്ചും കൂടെ എടുത്തൊന്നും കഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്തോ വേണം? ഈ കൊഞ്ച് ഞാനാണ് ഗൈസ് പോയി മേടിച്ചത്. ഇന്നലെ രാത്രി പോയി മേടിച്ചതിന് വലിയ കൊഞ്ചാണ് കേട്ടോ. ഒറ്റയ്ക്കൊന്നും തിന്നത്തില്ല ഗൈസ്. ഞാൻ സ്നേഹമുള്ളവനാണ്. നിങ്ങളും കൂടെ കഴിച്ചതാണ്, ഞാനും കഴിച്ചു. അതുകൊണ്ട് ഈ കൊഞ്ചിൻ്റെ തലയാണം വേണ്ടല്ലേ കടിച്ചങ്ങ് തിന്നാൻ തോന്നുന്നുണ്ട്. സീനാണ്. എനിക്ക് ഈ കൊഞ്ചിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചത് അതിൻ്റെ പാത്രം നിങ്ങൾ കണ്ടില്ല, എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനി കയ്യൊക്കെ കഴിച്ച് ഇതാ വരുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ വണ്ടിക്കൂലിക്കുള്ള പൈസ. 20, പിന്നെ 15, ഒരു 5, 40 രൂപ. അങ്ങനെ 40 രൂപ ആവത്തില്ല. ലാസ്റ്റ് ഇടുന്ന 20 രൂപയ്ക്ക് ഞാൻ പോയി കടി കഴിക്കും ഗൈസ്. അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഗൈസ് എൻ്റെ ടൈമെല്ലാം പോയി. 9:00 ഞാൻ വീട്ടിൽ നിൽക്കുന്നില്ല. എനിക്ക് അവിടെ 10:00 എത്തണം. ഞാൻ എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. ഞാൻ പോകുന്ന ബസ് എന്ന് പറഞ്ഞാൽ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് കൊല്ലത്തെത്തുന്നത്. അപ്പോൾ നമുക്ക് എത്ര മണിക്ക് എത്തും നോക്കാം. പിന്നെ ഒന്നും നോക്കില്ല, നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് അടിക്കാൻ പോകണം. ലിഫ്റ്റ് കിട്ടും നോക്കാം. നടന്ന പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്നും കിട്ടുന്ന പോലെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ ആരുമില്ല. അങ്ങനെ ഞാൻ ആരെങ്കിലും വരുന്നതൊക്കെ നോക്കി. അങ്ങനെ അവിടെ ഇരുന്നു. എൻ്റെ ബസ് ഇപ്പോൾ വരും. അങ്ങനെ ഞാൻ ബസ് കയറിയപ്പോഴത്തേക്ക് എല്ലാവരും 2 പേര് വെച്ച് അങ്ങ് കയറിയിരുന്നു. എനിക്കാണെങ്കിൽ സീറ്റില്ല. അങ്ങനെ ഞാൻ നിന്ന് വേണ്ടിയിരുന്നു. ഒടുവിൽ പാലത്രയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് കിട്ടി. അപ്പോഴത്തേക്കാണ് ഈ കാഴ്ച വന്ന സ്ത്രീകളുടെ സീറ്റ് ആണ് കയറിയിരിക്കുന്നത്. അങ്ങനെ ഉറങ്ങി ഒരു ഉപ്പാട് വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയപ്പോൾ അങ്ങേറ്റം ഇങ്ങേറ്റം വരെ പോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സിനിമ കണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ആരും കമൻറ്റ് ഇടാൻ മറക്കില്ല. അങ്ങനെ നമ്മൾ ചിന്നക്കട ബസ് സ്റ്റോപ്പിൽ എത്തി. ചിന്നക്കട ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇവൻ ഇറങ്ങാത്തിന്ന്. എനിക്ക് ഇറങ്ങേണ്ട ഈ ബസ് സ്റ്റോപ്പല്ല ഗൈസ്. എനിക്ക് തൊട്ടപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ആ ബസ് സ്റ്റോപ്പ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഈ ബസ്സിൽ ഞാൻ മാത്രമല്ല, ബാക്കിയുള്ളവരെല്ലാം ചിന്നക്കട ഇറങ്ങി. ഇതാണ് നമ്മൾ ഉഷാ തിയേറ്റർ. ഇവിടെ വന്ന് സിനിമ കണ്ടിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ഇതാണ് നമുക്ക് ബസ് സ്റ്റാൻഡ്. നമ്മൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലേക്ക് എത്തും. പിന്നെ നമ്മളൊന്നും നോക്കില്ല, നേരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ടൈം പറഞ്ഞില്ലല്ലോ, ഒരു 19 ആയപ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തി. അപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ക്ലാസ് കയറിയപ്പോഴത്തേക്കാണ് ആലോചിക്കുന്നത് എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.